ഇപ്പോൾ പി.വി. അൻവർ മത്സരിക്കുമെന്ന ബ്രേക്കിംഗ് വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകുന്നു. പി.വി. അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പി.വി. അൻവറിന്റെ വൈകുന്നേരത്തെ ബൈക്കിൽ നിന്ന കാര്യം വ്യക്തവുമായിരുന്നു. പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നു. ഇന്നലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി പി.വി. അൻവറിനെ കണ്ടുവെങ്കിലും അനുനയിപ്പിക്കാൻ സാധിച്ചില്ല. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, നമുക്ക് ഉറപ്പിക്കാമോ പി.വി. അൻവർ മത്സരരംഗത്തുണ്ട് എന്ന്? അരുൺ, പി.വി. അൻവർ മത്സരിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ദേശീയ നേതൃത്വമാണ് പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ദേശീയ നേതൃത്വം പി.വി. അൻവറിന് മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടി ചിഹ്നം അനുവദിച്ചു നൽകി എന്നുള്ളതാണ്. പാർട്ടി ചിഹ്നം അനുവദിച്ചു നൽകിയതിന്റെ ഔദ്യോഗിക രേഖകളുമായി തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ന് കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. തൃണമൂലിന്റെ രാജ്യസഭ എം പി ആയിട്ടുള്ള ഡെറിക് ഒബ്രയാണ് കേരളത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാർട്ടി സംഘടന സംവിധാനം വളർത്തുന്നതിനടക്കം കേരളത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ഡെറിക് ഒബ്രയാണ്. ഡെറിക് ഒബ്രയാന്റെ വിശ്വസ്തനായിട്ടുള്ള അയാളുടെ പേഴ്സണൽ സെക്രട്ടറി ബോറിസ് ആണ് ഇന്ന് കേരളത്തിലെത്താൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം രാത്രിക്കകം തന്നെ ബോറിസ് ഈ അനുവദിച്ച ചിഹ്നവുമായി തൃണമൂൽ കോൺഗ്രസിന്റെ രേഖകളുമായി കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഔദ്യോഗികമായുള്ള ഒരു സ്ഥിരീകരണമാകുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഔദ്യോഗികമായി ദേശീയ നേതൃത്വമാണ് പി.വി. അൻവർ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുക. പി.വി. അൻവറുടെ പാർട്ടി ചിഹ്നം അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. അതിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ വഴി അഥവാ എക്സ് ഹാൻഡിൽ വഴി ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. പി.വി. അൻവർ വാർത്താ സമ്മേളനം നടത്തി മത്സരിക്കുന്ന കാര്യം പറയാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി ദേശീയ നേതൃത്വം നടത്തട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ പി.വി. അൻവർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് രാത്രിക്കകം തന്നെ ദേശീയ നേതൃത്വം ഔദ്യോഗികമായി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നതിനായി തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പി.വി. അൻവർ മുമ്പ് മത്സരിച്ച എൽ.ഡി.എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടത്തിൽ മത്സരിച്ചിരുന്ന ചിഹ്നങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പരിഗണിച്ചിരുന്നു. എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാമെന്നുള്ള നിലപാട് ദേശീയ നേതൃത്വം എടുക്കുകയായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയും ചെയ്യും. ആകെത്തുക എന്ന് പറയുന്നത് നിലമ്പൂരിൽ ശക്തമായ ഒരു രാഷ്ട്രീയ ത്രികോണ മത്സരത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. പി.വി. അൻവർ മത്സരരംഗത്തേക്ക് എത്തുന്നതോടെ അത് ആരുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തും എന്നുള്ളതൊക്കെ തന്നെ ഇരു മുന്നണികളെ സംബന്ധിച്ചും ആശങ്കയാണ്. ഏറ്റവും പ്രധാനമായി യു.ഡി.എഫ് ക്യാമ്പിലാണ് ആ ആശങ്ക ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു എല്ലാ ചർച്ചകളും അടഞ്ഞതിനു ശേഷവും യു.ഡി.എഫുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് പി.വി. അൻവർ പരസ്യ പ്രഖ്യാപനം നടത്തിയതിനു ശേഷവും ഇന്നലെ അർദ്ധരാത്രിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ അനുനയ നീക്കം ഫലം കണ്ടില്ലെന്ന് അതിന്റെ സൂചനകൾ രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പി.വി. അൻവർ മത്സരിക്കുന്നതിലും ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ തീരുമാനമെടുത്തതിന് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അരുൺ. ഓക്കെ അഷ്കർ.